ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിക്ക് ചെന്നൈയിൽ ചികിത്സ വേണമെന്ന അപേക്ഷ. അസുഖം മൂലം പങ്കജ് ഭണ്ഡാരിയെ ഇന്ന് ഓൺലൈനിലാണ് ഹാജരാക്കിയത്. നേരത്തെ ചെന്നൈയിൽ ചികിത്സയിലായിരുന്നത് തുടരണം എന്നത് പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും കേരളത്തിന് പുറത്തേക്ക് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പങ്കജ് ഭണ്ഡാരിയുടെ അപേക്ഷ മാർച്ച് 3 വിജിലൻസ് കോടതി പരിഗണിക്കും. ലിജോ റോളൻസ് വിവരങ്ങളുമായി. ലിജോ, എന്താണ് വിശദാംശം? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിയാണ് ഇന്നിപ്പോൾ പുതിയൊരു അപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ചെന്നൈയിൽ ചികിത്സ വേണം എന്നുള്ളതാണ് ആവശ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. ഈ അസുഖം കാരണം നേരത്തെ തന്നെ താൻ ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു, അത് തുടരണം എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനെ ശക്തമായി എതിർത്തു. കേരളത്തിന് പുറത്തേക്ക്, കാര്യം ഇവിടെ വെച്ച് നടന്ന ഒരു ക്രൈമാണ്, അതുകൊണ്ട് തന്നെ വേണ്ടുന്ന ചികിത്സയെല്ലാം ഇവിടെ നൽകുന്നതിന് കഴിയും. കേരളത്തിന് പുറത്തേക്ക് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഹർജി 3-ാം തീയതി ആയിരിക്കും കൃത്യമായി അതിലൊരു വാദം കേൾക്കുക. ആ സമയത്തായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് ആരോഗ്യ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയും ചെയ്യുക. കോടതിയിൽ ഇന്ന് നടന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 പ്രതികളുടെ റിമാൻഡ് ഇന്ന് നീട്ടിയിട്ടുണ്ട്. KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെയാണ്. അതിൽ പങ്കജ് ഭണ്ഡാരി ഈ ആരോഗ്യ കാരണം തന്നെ നേരിട്ടല്ല ഓൺലൈനാണ് ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് ഇവരുടെ റിമാൻഡ് നീട്ടുകയും ചെയ്തിട്ടുണ്ട്. തിരുവാഭരണ മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജു സ്വാഭാവിക ജാമ്യ ഹർജി നൽകിയത് നാളെ പരിഗണിക്കും. ഈ കേസിൽ കൂടി ജാമ്യം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ KS ബൈജുവിന് ജയിൽ മോചനാകാൻ കഴിയും. അതുപോലെ തന്നെയാണ് മുൻ അംഗമായിട്ടുണ്ടായിരുന്ന N വിജയകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്.